നമസ്കാരം. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവിനെ മാറ്റുന്നത് അനിഷ്ടം കാട്ടുന്നവർക്ക് സന്ദേശം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിന്റെ ഭാഗം. തിരുവനന്തപുരത്തെ 2 സർക്കാർ പരിപാടികളിൽ നാഗരാജു അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനായിരുന്നു. മന്ത്രി കേളുവിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് നാഗരാജു എത്തിയില്ല എന്നതാണ് റിപ്പോർട്ട്. ഇതേ തുടർന്ന് പോലീസ് മേധാവി സർക്കുലറും പുറത്തിറക്കി. സർക്കാർ പരിപാടികളിൽ അധികാരപരിധിയിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ക്ഷണം കിട്ടിയാൽ പങ്കെടുക്കണമെന്നതായിരുന്നു അത്. പിന്നാലെയാണ് നാഗരാജുവിനെ മാറ്റുന്നത്. പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ CMD ഡോക്ടർ സഞ്ജീവ് കുമാർ പട്ജോഷിയെ മനുഷ്യാവകാശ കമ്മീഷൻ DGP നിയമിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജുവാണ് കോർപ്പറേഷന്റെ പുതിയ CMD. ദക്ഷിണ മേഖല IG സ്പർജൻ കുമാറിന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ചുമതല നൽകി. മുൻപും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി സ്പർജൻ കുമാർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ദക്ഷിണ മേഖല IGയുടെ ചുമതലയ്ക്ക് പുറമെയാണ് അധിക ചുമതല കൂടി നൽകിയത്. മന്ത്രിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് നാഗരാജു എത്താത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൊടിപ്പിച്ചിരുന്നു. മുമ്പ് സർക്കാരിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പണത്തിനും നാഗരാജു എത്തിയിരുന്നില്ല. സേനയിലെ ഏറ്റവും കഴിവുള്ള ഉദ്യോഗസ്ഥനായിട്ടാണ് നാഗരാജുവിനെ കണക്കാക്കുന്നത്. എന്നാൽ അച്ചടക്ക ലംഘനത്തിന് സമാനമാണ് മന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്താത്തതെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. അങ്ങനെയാണ് മാറ്റം വരുന്നത്. ഇതിനൊപ്പം ചെറിയ മാറ്റങ്ങളും IPS തലത്തിൽ സർക്കാർ വരുത്തുകയായിരുന്നു. നാഗരാജുവിനെ മാറ്റുന്നത് പ്രതികാര നടപടിയാണെന്ന് തോന്നലുണ്ടാകാതിരിക്കാനായിരുന്നു ഇതെല്ലാം. മനുഷ്യാവകാശ കമ്മീഷൻ IG P പ്രകാശിനെ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് IG ആക്കി. അവധി കഴിഞ്ഞ് തിരികെ എത്തിയ S സതീഷ് ബിനോയ്ക്ക് പോലീസ് ആസ്ഥാനത്ത് ഭരണവിഭാഗം DIG നിയമനം നൽകി. തൃശൂർ മുൻ കമ്മീഷണർ അങ്കിത് അശോകന് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിൽ ടെക്നിക്കൽ ഇന്റലിജൻസ് SPI നിയമനം നൽകി. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സ്ഥലം മാറ്റപ്പെട്ട ശേഷം നിയമനം നൽകിയിരുന്നില്ല. സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ SP C ബാസ്റ്റിൻ ബാബുവിനെ വനിതാ ശിശു സെൽ IG നിയമിച്ചു. മുതിർന്ന 10 DYSPമാർക്ക് നോൺ IPS വിഭാഗത്തിൽ SPമാരായി സർക്കാർ സ്ഥാനക്കയറ്റം നൽകി. പോലീസ് സേനയിലെ അതൃപ്തി തിരിച്ചറിഞ്ഞാണ് സ്ഥാനക്കയറ്റം. ഇതോടെ സേനയിലെ എല്ലാ തലത്തിലും പ്രൊമോഷൻ സാധ്യത വരും. നോൺ IPS വിഭാഗത്തിലെ 5 SPമാരെ സ്ഥലം മാറ്റുകയും ചെയ്തു. പുതിയ SPമാരെ നിയമനം ലഭിച്ച യൂണിറ്റും ഈ പറയുന്ന രീതിയിലാണ്. പ്രദീപ് N വെയിൽസ് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, MK സുൽഫിക്കർ ട്രാഫിക് സൗത്ത് സോൺ, K അശോക് കുമാർ വിജിലൻസ് സ്പെഷ്യൽ സെൽ തിരുവനന്തപുരം, B കൃഷ്ണകുമാർ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് സെക്യൂരിറ്റി, K ബിജുമോൻ വിജിലൻസ് കോഴിക്കോട് റേഞ്ച്, V ശ്യാംകുമാർ ക്രൈംബ്രാഞ്ച് കൊല്ലം പത്തനംതിട്ട, R പ്രതാപൻ നായർ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ്, ബിജു K സ്റ്റീഫൻ ക്രൈംബ്രാഞ്ച് ഇടുക്കി, J സലീം കുമാർ ലോകായുക്ത, V സുഗതൻ ക്രൈം അഡ്മിനിസ്ട്രേഷൻ കൊച്ചി സിറ്റി എന്നിങ്ങനെയാണ്. അതേസമയം സ്ഥലം മാറ്റപ്പെട്ടവരും അവരുടെ നിയമനം ലഭിച്ച യൂണിറ്റും ഈ പറയുന്ന രീതിയിലാണ്. പ്രജേഷ് തോട്ടത്തിൽ ക്രൈംബ്രാഞ്ച് കണ്ണൂർ കാസർഗോഡ്, N രാജൻ KCB വിജിലൻസ് ഓഫീസർ, S സുരേഷ് കുമാർ വിജിലൻസ് കോട്ടയം റേഞ്ച്, ബിജോ അലക്സാണ്ടർ മനുഷ്യാവകാശ കമ്മീഷൻ, AU സുനിൽകുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ കേരള പോലീസ് അക്കാദമി എന്നിങ്ങനെയാണ്.